ഹായ് ഗായ്സ്, ഇത് നമ്മുടെ ജോമഞ്ചേട്ടൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. ഇത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മടി കൊണ്ട് ഞാനിങ്ങനെ വെച്ചേക്കുമായിരുന്നു. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വടവാതിലുള്ള JMV ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. ഈ വരുന്ന ആളെ കണ്ടു. ഇദ്ദേഹം എല്ലാ ദിവസവും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വെറൈറ്റി സബ്സ്ക്രൈബറാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടൊരു ഹായ് ഒക്കെ പറഞ്ഞു വെച്ച് ഞങ്ങൾ നേരെ ഹോളിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നു. ഇവിടെ അങ്കിൾ എല്ലാവരെയും വരവേക്കാൻ വേണ്ടിയിട്ട് റെഡിയായി ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ചെറുക്കനും പെണ്ണും വരാനുള്ള ടൈമായി, എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളും ചെറുക്കനും പെണ്ണിനെയും വെയിറ്റ് ചെയ്ത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഓഡിറ്റോറിയം ശരിക്കും കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ നേരെ അകത്തേക്ക് കയറി. നല്ല അടിപൊളിയായിട്ട് എൻട്രൻസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളിൽ വന്നപ്പോൾ അതിലും രസമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സ്റ്റേജ് ആണെങ്കിലും അതെ, താഴത്തെ ഭാഗമാണല്ലോ അതെ, നല്ല രസമായിരുന്നു. നല്ലൊരു ഹെവൻലി ഫീലായിരുന്നു. നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ കൊയറുകാർ പാട്ടൊക്കെ പാടി നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന മഞ്ഞ ടേബിളും സീറ്റും ഒക്കെ നമ്മുടെ കല്യാണ ചെറുക്കനും പെണ്ണിനും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റാണ്. ഫസ്റ്റ് തന്നെ ബ്രൈഡൽ മാർച്ച് ആയിരുന്നു. ആദ്യം നമ്മുടെ ചെറുക്കനും ഫാമിലി മെമ്പേഴ്സും ചർച്ചിലുള്ളവരും ഒക്കെയാണ് വന്നത്. അതിന് പുറകെയായിട്ട് തന്നെയാണ് പെണ്ണും വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെല്ലാം ആ കൂടെ തന്നെ അകത്തേക്കും കയറിയിരുന്നു. അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറ്റാനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. അങ്ങനെ ആദ്യം നമ്മുടെ ചെറുക്കൻ കെനസാണ് കയറിയത് ഫാമിലി ആയിട്ട്. അതിനുശേഷം കൃപയും ഫാമിലിയും കൂടെ വന്നു. അവരും സ്റ്റേജിൽ വന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്തൊക്കെ കയറി നിന്നു. ഈ ടൈമിലൊക്കെ നമ്മുടെ കൊയർ നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു. ഇവിടുത്തെ കൊയർ ഇമ്മാനുവൽ ഹെൻറി ആയിരുന്നു ഗൈസ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നിന്നപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ സെൽഫിയൊക്കെ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കനും പെണ്ണിനും മെസ്സേജോ ആശംസയോ കൊടുക്കാൻ വേണ്ടി കുറച്ച് പാസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ തകൃതിയായി നടക്കുമ്പോൾ നമ്മുടെ ജോസൂട്ടിനും മമ്മം വേണമെന്ന് പറഞ്ഞൊരു ബഹളം വെച്ചു ഗൈസ്. പിന്നെ ഞാനും ജോമൻ ചേട്ടനുള്ള പുറത്തിറങ്ങി കുറച്ച് ജ്യൂസൊക്കെ മേടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജോസൂട്ടന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു. ഇവിടെ 2 ടൈപ്പിലുള്ള ജ്യൂസും, സമൂസ, മീറ്റ് ബോൾസ്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പൊന്നു ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നേച്ച് നേരെ അകത്തേക്ക് വീണ്ടും കയറി. അപ്പോൾ ഇവിടെ പരിപാടികളെല്ലാം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചെറുക്കന് പിന്നെ ഫോൺ മാത്രമാണ്. ആ സൂട്ടും കൊട്ടിട്ട് നിലത്ത് കിടന്ന് നമ്മുടെ ചെറുക്കൻ കൊക്കമെല്ലാം കാണുകയാണ് ഗൈസ്. അങ്ങനെ പരിപാടിയെ കുറിച്ചായപ്പോൾ തന്നെ നന്നായിട്ട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഈ ഓഡിറ്റോറിയത്തിൽ നല്ല ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാളിൻ്റെ 2 സൈഡിലും ഇതുപോലത്തെ സ്ക്രീൻസ് ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റേജിൽ നടക്കുന്നത് ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ സ്ക്രീന് വഴി 2 സൈഡിലും ഇരുന്ന് നമുക്ക് കാണാം. അങ്ങനെ കല്യാണത്തിനുള്ള സമയമായി. ഇവർ ആദ്യം തന്നെ ചെറുക്കനും പെണ്ണിനും ഒരു ചെറിയ മെസ്സേജ് ഒക്കെ കൊടുത്തു. അങ്ങനെ പ്രേയറിനൊക്കെ ശേഷം നമ്മുടെ ചെറുക്കനോടും പെണ്ണിനോടും ഒരു പാസ്റ്റർ കല്യാണത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കല്യാണത്തിന് ദിവസമാണ് ചെറുക്കനോടും പെണ്ണിനോടും സമ്മതമാണോ എന്ന് ചോദിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് അവരുടെ കല്യാണം പാസ്റ്റർ നടത്തി കൊടുത്തു ഗൈസ്. നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു ആ ഒരു ടൈമൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കുള്ള ഫുഡൊക്കെ വന്നു. നല്ല അടിപൊളി ബിരിയാണി, 2 ടൈപ്പ് അച്ചാറ്, സാലഡ്, പപ്പടം, നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ സ്വീറ്റ്സ് ആയിട്ട് നമുക്ക് ഗുലാബ് ജാമുനും ഐസ്ക്രീമും ഒക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. പിന്നെ നേരെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. ഭയങ്കര തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഉന്തിത്തള്ളി കയറിയാണ് ഫോട്ടോ എടുക്കാൻ ചെന്നത്. കാരണം ഒത്തിരി പേര് ക്യൂ നിൽക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ പേരെ മാറ്റിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ എൻ്റെ ഷോർട്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പതുക്കെ അങ്ങ് പോകാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ കുറച്ച് പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിൽ ഓടിപ്പോയത് എൻ്റെ ചേച്ചിയുടെ മോനാണ് ഗൈസ്. ഇവിടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാറ് വന്ന് ചെറുക്കനെ പെണ്ണിനെ വിഷൊക്കെ അറിയിച്ചിട്ട് പതുക്കെ അങ്ങ് പോയി. അപ്പം തന്നെ നമ്മുടെ ജോസൂട്ടൻ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ ഡെക്കറേഷൻകാർക്ക് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് ആളിതെല്ലാം പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലമ്പ് കാണിച്ചപ്പോൾ അങ്കിള് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. അത് കഴിഞ്ഞ് അവരുടെ ഫാമിലി ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പത്തേനും തന്നെ ആൾക്കാർ മുഴുവൻ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനിരുന്നാണ്. അപ്പോഴാണ് പറഞ്ഞ ചെറുക്കനെ പെണ്ണെ പ്രാർത്ഥിച്ച് വീട്ടിൽ കയറ്റിയിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ ഉറവയ്ക്കേക്ക് പോന്നു. അങ്ങനെ കൃപ ആദ്യമായിട്ട് ഉറവയ്ക്കല് കെനസിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 പേർക്ക് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. നേരെ വന്ന് സിറ്റ് ഔട്ടിൽ നിന്നിട്ട് ഒരു പ്രെയർ ഉണ്ടായിരുന്നു. അതാണ് ആദ്യം കഴിഞ്ഞത്. ആൻറ്റി ഞങ്ങളും കുറച്ച് റിലേറ്റീവ്സും എല്ലാവരും അകത്തുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടെ പതുക്കെ കൃപേനെയും കെനസിനെയും കൂടെ അകത്തേക്ക് കയറ്റി. പിന്നെ ഇതിൻ്റെ അകത്തും കുറച്ച് പ്രാർത്ഥനകളും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പത്തേനാണ് കൃപയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊണ്ട് കൊടുത്തത്. കാരണം കൃപയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അങ്ങനെ കല്യാണത്തിന് അന്ന് തന്നെ ബർത്ത്ഡേയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനൊരു ഭാഗ്യം കൃപയ്ക്ക് കിട്ടി.
ആള് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അവര് സർപ്രൈസ് ആയിട്ടാണ് കേക്കൊക്കെ അറേഞ്ച് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ് ഗൈസ് ഈ കേക്ക് ബേക്ക് ചെയ്തത്. നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ അവർ 2 പേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ അവർ അടിച്ചു പൊളിച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് പീസ് കൃപയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് തന്നെ ബാക്കി കേക്ക് നമ്മൾ തന്നെ കഴിച്ചു ഗൈസ്. അങ്ങനെ കൃപയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വീടൊക്കെ കയറി കണ്ടു. ഇനിയിപ്പോൾ അവർ തിരിച്ച് കൃപയുടെ വീട്ടിലേക്ക് പോവാണ്. ആളുടെ വീട് വന്നിട്ട് കോഴഞ്ചേരിയിലാണ്. അപ്പോഴത്തേക്കിനും ഒത്തിരി രാത്രിയാകുന്നതിന് മുന്നേ അങ്ങ് ചെല്ലേണ്ടത് കൊണ്ട് എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ അവരെ യാത്ര അയക്കുകയാണ്. അതിൻ്റെ സംസാരങ്ങളും യാത്രയയപ്പും ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വെഡിങ് വീഡിയോ. ഓക്കെ ബൈ.